ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തിരുവോണം ദിവസമാണ്. രാവിലെ ഒരു 6:30, 7 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇവിടെ അത്തമിടാനുള്ള തിരക്കിലാണ് ചേട്ടൻ. ഇന്നലെ രാത്രി തന്നെ ഞങ്ങൾ ഡിസൈനൊക്കെ വരച്ച് വെക്കണം. അപ്പോൾ രാവിലെ എണീറ്റ് അത്തമിടാൻ എളുപ്പമാണല്ലോ എന്നൊക്കെ കരുതി ഇരുന്നതാണ്. പക്ഷേ ഉത്രാടത്തിൻ്റെ അന്ന് വൈകിട്ടായപ്പോഴേക്കും ഒരു മരണം വന്നു. പിന്നീട് അങ്ങോട്ട് പോകേണ്ടി വന്നു. പോയിട്ടൊക്കെ വന്നപ്പം ഒത്തിരി ലേറ്റായി. പിന്നെ അങ്ങ് മടിച്ചു. രാവിലെ ആവട്ടെ എന്ന് വെച്ച് രാത്രി വന്ന് കിടന്നതും ലേറ്റായി. അതുകൊണ്ട് രാവിലെ എണീക്കാനും ലേറ്റായി. അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് അത്തത്തിൻ്റെ ഡിസൈൻ വരയ്ക്കാനായിട്ട് ഇവിടെ ഇരിക്കുന്നത്. പൂവുകളൊക്കെ രാത്രി തന്നെ ഇറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ എന്തായാലും പൂ ഇറുത്തിടക്കും, ഡിസൈൻ വരപ്പ്, അത്ത ഉടക്കം, അമ്പലത്തിൽ പോക്ക് ഇതെല്ലാം കൂടെ നടക്കത്തില്ലെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് പൂ എന്തായാലും എല്ലാം ഇറുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 8 കളറേ ഉള്ളൂ. ഇനി 10 ആക്കണം. അത് കുറച്ച് ഇലയും എല്ലാം വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് 10 ആക്കാമെന്ന് വിചാരിച്ചു. ചേട്ടൻ രാവിലെ എണീറ്റ് കുളിച്ചിട്ടൊക്കെയാണ് അത്തം ഇടുന്നത്. പൊന്നൂട്ടി കുളിച്ചിട്ടില്ല. പൊന്നൂട്ടിയെ കുത്തി ഉണർത്തിയതാണ്. പൊന്നൂട്ടി ഒരു കാരണവശാലും പൊന്നൂട്ടി ഉറക്കം എണീക്കത്തില്ല. അവസാനം പൊന്നൂട്ടി ഉറക്കം എണീറ്റില്ലെങ്കിൽ ഞങ്ങൾ തന്നെത്താനെ അത്തം ഇടും എന്ന് പറഞ്ഞപ്പോഴാണ് പൊന്നൂട്ടി രാവിലെ ഉറക്കം എണീറ്റ് വന്നത്. ഇനി പൊന്നൂട്ടിയെ കുളിപ്പിച്ച് റെഡിയാക്കിയിട്ട് അവർ അച്ഛനും മോളും കൂടെ അമ്പലത്തിൽ പോകും. ഞങ്ങളെല്ലാവരും കൂടെ പോകണമെന്ന് വിചാരിച്ചതാണ്. ലേറ്റ് ആയതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്ത് ഞാനും അമ്മയും കൂടെ പോയിട്ട് വരാമെന്ന് വെച്ച്. കാരണം വന്നിട്ട് ഞങ്ങൾക്ക് ഉച്ചയ്ക്കുള്ള സദ്യയും കാര്യങ്ങളൊക്കെ ഒരുക്കണം. അപ്പോൾ ആ സമയത്ത് അമ്പലത്തിൽ പോയി നിന്നാൽ വീട്ടിൽ സദ്യ ലേറ്റാവും. അതുകൊണ്ട് ഞാനും അമ്മയും കൂടെ അങ്ങ് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇവർ പിന്നെ പോയി പെയ്യൊക്കെ വന്നാൽ മതിയല്ലോ. പോയി അത്തമൊക്കെ കണ്ട് എല്ലാ അമ്പലങ്ങളിലൊക്കെ പോയി. അവിടെ ഒരു അമ്പലത്തിൽ വാമന ക്ഷേത്രമുണ്ട് ഇവിടെ അടുത്ത്. അവിടെ ഊഞ്ഞാലൊക്കെ ഇടും. അതൊക്കെ കണ്ട് ഒരു പെയ്യ വരട്ടെ എന്ന് വെച്ച്. ഇത് അമ്മയുടെ ഓണക്കോടിയാണ്. ഉണ്ണിക്കുട്ടൻ എടുത്തു കൊടുത്തതാണ്. ഈ വർഷം ഞങ്ങൾ ആർക്കും ഓണക്കോടി എടുത്തില്ല. ഞങ്ങൾക്കും എടുത്തില്ല. അമ്മയ്ക്കും എനിക്കും ഏട്ടനും പൊന്നൂട്ടിക്കും എല്ലാവർക്കും ഉണ്ണിക്കുട്ടനും ജ്യോതി എടുത്തു തന്നതാണ് ഈ വർഷം ഓണക്കോടി. അല്ലാണ്ട് ഓണക്കോടി എടുത്തില്ല ഞങ്ങൾ. ഉണ്ണിക്കുട്ടൻ്റെയും ജ്യോതിയുടെയും കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഓണമാണ്. പക്ഷേ അവരില്ല. അവരെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു അമ്മയടുത്ത് 10 ദിവസമെങ്കിലും അവർക്ക് വരാൻ പറ്റിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞ്. പക്ഷേ നടക്കത്തില്ല. ഒക്ടോബറിൽ മിക്കവാറും വരും. അവൾക്കൊരു എക്സാം ഉണ്ട്. അതിൻ്റെ ടൈമിലേ അവർക്ക് വരാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞ് ഞാനും അമ്മയും കൂടെ നേരെ ഞങ്ങൾ സ്ഥിരം വരാറുള്ള ഇവിടുത്തെ ഉടയൻപാറ ശിവക്ഷേത്രത്തിലോട്ട് വന്നു. അവിടെ ഒരു കുഞ്ഞത്തമായിരുന്നു കേട്ടോ. വലിയ തിരക്കൊന്നുമുള്ള അമ്പലമൊന്നുമല്ല. ഒരു കുഞ്ഞത്തമായിരുന്നു. അതൊക്കെ കണ്ട് ജസ്റ്റ് അതിൻ്റെ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് തൊഴുത്. നല്ല മഞ്ഞുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് നല്ലൊരു വ്യൂ ഉണ്ട്. ഇവിടെ അടുത്ത് എവിടെയോ ആണ് പാറമുകൾ. ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ കറക്റ്റ് സ്പോട്ട് എനിക്കറിയത്തില്ല. അവിടെ നിന്നൊക്കെ ഉള്ള വ്യൂ ആണെന്ന് എനിക്ക് തോന്നുന്നു. അറിയില്ല. നല്ല കോടയൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൽ കുറച്ച് നേരം നിന്ന് കേട്ടോ. എപ്പോഴും വന്നാലും കുറേ നേരം നിൽക്കാറുണ്ട്. ഇന്നിപ്പോൾ അത് പറ്റത്തില്ല. ചെന്നിട്ട് പൊന്നൂട്ടിയെ കുളിപ്പിക്കണം. പൊന്നൂട്ടിക്ക് എന്തെങ്കിലും ഒന്ന് കൊടുത്തിട്ടേ അമ്പലത്തിൽ വിടാൻ പറ്റത്തുള്ളൂ. കാരണമായിട്ട് അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ലേറ്റായിട്ടേ വരത്തുള്ളൂ. അവർക്ക് അവിടെ പെയ്യെ അവർ ആഹാരം കഴിക്കാറുള്ളൂ. 11 മണിയൊക്കെ ആയിട്ടേ ആഹാരം കഴിക്കാറുള്ളൂ. ഞങ്ങൾ വിചാരിച്ചു അവർ അത്തം ഇട്ട് തീർന്ന് കാണുമെന്ന് വിചാരിച്ചു അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോഴേക്കും. പക്ഷേ ഇവിടെ അത്തം കംപ്ലീറ്റ് ആയിട്ടില്ല. ഇവിടെ നടക്കുന്നതേ ഉള്ളൂ. സമയം 7, 7:30 മണിയായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇനി പൊന്നൂട്ടി വാ, നമുക്ക് കുളിക്കാം, കുളിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കാം. അങ്ങനെയൊക്കെ പൊന്നൂട്ടിയേയും കുളിപ്പിച്ച് അപ്പോഴേക്കും അവളെ അച്ഛനും കുളിച്ചു. എല്ലാവരും റെഡിയായി. പൊന്നൂട്ടിക്ക് ഈ സെയിം ഡ്രസ്സായിരുന്നു പൊന്നൂട്ടിയുടെ സ്കൂളിൽ ഓണ പ്രോഗ്രാമിനും. അങ്ങനെ ഭയങ്കര ഗമയിലൊക്കെ നിൽക്കുവാണ്. അമ്മ വരാത്ത എന്ത് എന്നൊക്കെ പറഞ്ഞ്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് രാവിലെ എണീറ്റ് നിങ്ങൾക്ക് 2 പേർക്കും കൂടെ അത്തമൊക്കെ ഇട്ടിരുന്നെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ അമ്പലത്തിൽ പോകാമായിരുന്നല്ലോ. നിങ്ങൾ 2 പേരും അത് ചെയ്തില്ലല്ലോ. അതുകൊണ്ട് അമ്മയ്ക്ക് സമയമില്ല. അമ്മൂമ്മയ്ക്ക് പ്രത്യേകിച്ച് കാല് വയ്യ. ഒറ്റയ്ക്ക് അമ്മൂമ്മയെ കൊണ്ട് സദ്യ ഉണ്ടാക്കാൻ പറ്റത്തില്ല. നിൽക്കാനൊന്നും വയ്യ എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇനി കുറേ നേരം ഫോട്ടോഷൂട്ടാണ് കേട്ടോ. എന്തെല്ലാം സൈസ് ഫോട്ടോസ് എടുക്കണം. പൊന്നൂട്ടിക്കാണ് എല്ലാ പോസുകളും പൊന്നൂട്ടിക്കാണ് അറിയാവുന്നത്. ഏകദേശം 1 മണിക്കൂറോളം ഇവിടെ നിന്ന് ഫോട്ടോ എടുത്ത് കാണുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എത്ര എടുത്താലും പൊന്നൂട്ടിക്ക് ഇഷ്ടപ്പെടത്തില്ല. പൊന്നൂട്ടിയുടെ മുഖം നേരെയാകുമ്പം പൊന്നൂട്ടിയുടെ അച്ഛൻ്റെ മുഖം നേരെയല്ല. പൊന്നൂട്ടി നോക്കുമ്പോൾ പൊന്നൂട്ടിയുടെ അച്ഛൻ നോക്കില്ല. പൊന്നൂട്ടി ചിരിക്കുമ്പോൾ അത് ശരിയാവില്ല. അങ്ങനെ 1 മണിക്കൂറെങ്കിലും നിന്ന് ഫോട്ടോ എടുക്കണം. ഞാൻ വല്ലാണ്ട് കുറച്ചധികം ഞാൻ തടിച്ചിട്ടുണ്ട്. എനിക്കൊരു 2 കിലോ വെയിറ്റ് എനിക്ക് കൂടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഫുഡ് കഴിച്ചിട്ടല്ല. ഞാൻ ഫുഡ് മാക്സിമം കൺട്രോൾ ചെയ്യാറുണ്ട്. പിന്നെ വല്ലപ്പോഴും ആയാലും പുറത്തുനിന്നുള്ള ഫുഡ് ഞാൻ കഴിക്കാറുമുണ്ട്. അതിൻ്റേതായിരിക്കും എന്നാണ് എൻ്റെ തോന്നൽ. എന്നാലും എനിക്ക് തന്നെ കണ്ടിട്ട് അങ്ങോട്ട് ശരിയാകുന്നില്ല. വല്ലാണ്ട് തടി കൂടി. കുറയ്ക്കണമെന്നാണ് വിചാരിക്കുന്നത്. ജിമ്മിലൊക്കെ പോകാനുള്ള മടി. ജിമ്മിലൊക്കെ പോകുമ്പോൾ അവർ ടൂപ്പാട് വരുത്തും. പിന്നെ 2, 3 ദിവസത്തേക്ക് കാലും കൈയും ഒന്നും അനക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ രണ്ട് ജിമ്മിൽ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ എനിക്കിനി ജിമ്മിൽ പോകാൻ പേടിയാണ്. ജിമ്മിൽ എന്തായാലും തൽക്കാലം പോകുന്നില്ല. ഫുഡൊക്കെ കുറച്ചുകൂടെ ഒന്ന് കൺട്രോൾ ചെയ്ത് വീട്ടിൽ തന്നെ ഒരു എക്സർസൈസൊക്കെ ചെയ്യാമെന്ന് കരുതി ഇരിക്കുവാണ്. അങ്ങനെ ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെ കാര്യമായിട്ട് നടക്കുവാണ്. കാര്യം പൊന്നൂട്ടിക്ക് എത്ര ഫോട്ടോ എടുത്താലും പൊന്നൂട്ടിക്ക് മതിയാവില്ല.
പിന്നീട് എൻ്റെ മുടിയൊക്കെ ഫുള്ള് പോയി കേട്ടോ. ഇതിപ്പം ഞാൻ ഹെയർ കട്ട് ചെയ്തതാണ്. ഇന്നലെ പോയി ലെയർ കട്ട് ചെയ്ത് കുറച്ച് ഷോർട്ടായി പോയി. എന്നാലും ഞാൻ വിചാരിച്ചു വേണ്ട, നല്ല മുടിയാണെങ്കിൽ മാത്രം കിടക്കട്ടെ. മൊത്തം പൊഴിഞ്ഞൊരുമാതിരി മറ്റേ ബോട്ടോക്സൊക്കെ ചെയ്ത ശേഷം ഭയങ്കര വൃത്തികേടായിട്ട് കിടന്നുകൊണ്ട് ഞാൻ വെച്ച് ഹെയർ കട്ട് ചെയ്യാമെന്ന്. ആ സമയപ്പോൾ ജ്യോതിയും ഉണ്ണിക്കുട്ടനും കൂടെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്കിന്ന് സദ്യയും കാര്യങ്ങളെല്ലാം ഉണ്ട്. ജ്യോതിക്ക് ഇന്നലെ തിരുവാതിരയും ഒരു ഹോസ്പിറ്റലിൽ ഫുള്ള് ഓണാഘോഷമായിരുന്നു നൈറ്റ്. എൻ്റെ വീഡിയോസൊക്കെ അയച്ചു തന്നു. അത് കഴിഞ്ഞ് പൊന്നൂട്ടി അമ്പലത്തിലേക്ക് പുറപ്പെടുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 മാസത്തോളമായിട്ടുണ്ട് ഞാനൊരു വീഡിയോയോ ഒരു ഷോർട്സോ അപ്ലോഡ് ചെയ്തിട്ട്. ഷോർട്സ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് 1, 2 അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഒട്ടും സമയമില്ലായിരുന്നു. പൊന്നൂട്ടിക്ക് സ്കൂള് ഓപ്പൺ ആയ ശേഷം ഒരു വീഡിയോയോ മറ്റോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. പൊന്നൂട്ടിക്ക് കണ്ടിന്യൂസ് പനിയും ജലദോഷവും ശ്വാസംമുട്ടും കാര്യങ്ങളുമായിരുന്നു. എന്തൊക്കെ ചെയ്തിട്ട് എവിടെയൊക്കെ ഞാൻ കൊണ്ടുപോയിട്ടും പ്രത്യേകിച്ച് ഒരു പ്രയോജനം ഉണ്ടായില്ല. ഒരു 4 ട്രിപ്പോ മറ്റോ ആൻറ്റിബയോട്ടിക് മാത്രം ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അതങ്ങോട്ട് കഴിയുമ്പോൾ പൊന്നൂട്ടിക്ക് അടുത്ത ട്രിപ്പ് പനി. ഫസ്റ്റ് ജലദോഷം സ്റ്റാർട്ടിങ്, പിന്നെ ചുമ, പനി. ഈ പനി വന്ന് മാറിയാലും ചുമ മാറാറില്ല. പിന്നെ ഒരു 2 ദിവസം സ്കൂളിൽ വിടും. പിന്നെയും പൊന്നൂട്ടിയുടെ അവസ്ഥ ഇത് തന്നെയാണ്. അങ്ങനെ പൊന്നൂട്ടിയും അവളുടെ അച്ഛനും കൂടെ അമ്പലത്തിലൊക്കെ പോയി. ഞങ്ങളും കാപ്പി കുടിച്ചില്ല. അവർ വന്നിട്ട് കാപ്പി കുടിക്കാമെന്ന് വെച്ചു. ഇഡ്ഡലി സാമ്പാറും ചമ്മന്തിയാണ്. അത് എല്ലാ വിശേഷ ദിവസങ്ങളിലും എനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാ വീടുകളിലും ഇതൊക്കെ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പൊന്നൂട്ടിക്ക് ഞാൻ ഒരു ഇഡ്ഡലി ഒരുവിധം കൊടുത്ത് വിട്ടിട്ടുണ്ട്. ഇല്ലെങ്കിൽ അവൾ തളർന്നു പോകും. ഒരു 10:30 മണിയായിട്ട് അവർ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നപ്പം. അപ്പോഴേക്കും അമ്മ കാപ്പി കുടിച്ചു. ഞാൻ പറഞ്ഞു അമ്മേനെ വെയിറ്റ് ചെയ്യേണ്ട, അമ്മയ്ക്ക് മരുന്നൊക്കെ ഉള്ളതാണ്, അമ്മയ്ക്ക് പറ്റത്തില്ല. അങ്ങനെ അമ്മയോട് ഞാൻ വഴക്ക് പറഞ്ഞിട്ട് അമ്മ കാപ്പി കുടിച്ചു. പൊന്നൂട്ടി അവളെ അച്ഛനും വന്നു. ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കാപ്പി കുടിക്കുവാണ്. എനിക്ക് ഇഡ്ഡലി സാമ്പാറും ചമ്മന്തിയും കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസൊന്നും എനിക്ക് അധികം എടുക്കാൻ പറ്റിയിട്ടില്ല. ഫുള്ള് തിരക്കായിരുന്നു. ഇപ്പോൾ സമയം ഒരു 1:30 മണിയായപ്പോൾ ഞങ്ങൾ സദ്യ കഴിക്കാനായിട്ട് ഇരിക്കുവാണ്. ഇവിടെ അമ്പലമുക്കിൽ ഓണപ്രോഗ്രാമുണ്ട്. അപ്പോൾ ഏട്ടനും പൊന്നൂട്ടിയും കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ വന്നപ്പോൾ 1:30 മണിയൊക്കെ ആയി. ഇപ്പോൾ എൻ്റെ ഫോണിൽ ഞാൻ ഫോണെടുത്ത് സ്റ്റാറ്റസൊക്കെ നോക്കിയപ്പോൾ ഒരുവിധം എല്ലാ ആൾക്കാരും സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഞങ്ങളും എല്ലാ വർഷവും ഒരു 12 മണി 12:30 മണിയൊക്കെ ആകുമ്പോഴേ ഞങ്ങൾ സദ്യ കഴിക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 8 വർഷമായിട്ടുണ്ട്. ഇതുവരെ ഒരു ഓണത്തിനെ ഞാനും ഏട്ടനും ഒന്നിച്ചുണ്ടായിട്ടുള്ളൂ. പിന്നെ ഒരു ഓണം വന്നപ്പോഴേക്കും അച്ഛൻ്റെ മരണവും കാര്യങ്ങളായിട്ട് ആ ഓണം ആഘോഷിച്ചിട്ടില്ല. ഇതിപ്പോൾ സെക്കൻഡ് ഓണമാണ് ഞങ്ങൾ ഒന്നിച്ചിട്ടുള്ള. അങ്ങനെ ഞങ്ങൾ ഓരോന്നൊക്കെ ആയിട്ട് വിളമ്പി. ഞാൻ പറഞ്ഞ് ഏട്ടൻ്റെ ഫോൺ കൊടുത്ത് ഞാൻ പറഞ്ഞ് വീഡിയോ എടുത്തതാണ്. ഏട്ടൻ വീഡിയോ എടുക്കുന്നുണ്ട്. അമ്മ അവിടെ അടുക്കളയിൽ ഓരോന്നൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട്. പൊന്നൂട്ടിക്ക് ഉപ്പേരിയും ചിപ്സും സെർവ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. പൊന്നൂട്ടി ഉപ്പേരിയും ചിപ്സും സെർവ് ചെയ്തു. അങ്ങനെ നമ്മൾ സദ്യക്കുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയിട്ട് ഓണസദ്യ ഉണ്ണാനായിട്ട് പോവുകയാണ്. സത്യം പറയാമല്ലോ, ഓണത്തിൻ്റെ ഒരു വൈബും ഇതുവരെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം സദ്യ ഉണ്ട്, പിന്നെ നമുക്ക് കുറേ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണെങ്കിൽ കൂടി നമ്മൾ ഓണം എടുക്കുമ്പോൾ നമ്മളത് എക്സ്ട്രാ ചെയ്യും. അല്ലാതെ എനിക്ക് ഓണത്തിൻ്റെ ഒരു വൈബും തോന്നിയിട്ടില്ല. പണ്ട് കല്യാണത്തിനൊക്കെ മുന്നേ ഉള്ള ഓണമായിരുന്നു ശരിക്കും ഓണം. അന്ന് അമ്മൂമ്മ ഉണ്ടായിരുന്നു, അച്ഛനുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ അമ്മൂമ്മ വീട്ടിൽ കൂടും. അതൊരു ഇപ്പോഴും ഓർക്കാനൊക്കെ ആ ഒരു ഓണവും കാര്യങ്ങളേ ഉള്ളൂ. അല്ലാതെ ഇപ്പം ഉള്ള ഒരു 5-6 വർഷം കൊണ്ടുള്ള ഓണമെന്ന് വെച്ചാൽ എല്ലാ ദിവസത്തെയും പോലെ ഒരു ഓണം. പിന്നെ അവിട്ടത്തിൻ്റെ അന്ന് ഞങ്ങൾ അപ്പച്ചിയുടെ അവിടെയൊക്കെ പോവും. അപ്പോഴുള്ള എന്തെങ്കിലും മെമ്മറീസേ ഓർക്കാനൊക്കെ ഉള്ളൂ. അല്ലാണ്ട് ഒന്നും ഇപ്പോഴത്തെ ഓണത്തിനില്ല. പണ്ടത്തെ ഓണമായിരുന്നു അത്. എനിക്കെന്നല്ല, ഏകദേശം എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. എല്ലാവരും ഒന്നുമില്ല. കഴിഞ്ഞ ഓണത്തിന് ഞാനും അമ്മയും പൊന്നൂട്ടിയും മാത്രമേ ഉള്ളായിരുന്നു. അതിൻ്റെ മുന്നത്തെ ഓണത്തിന് ഞാനും അമ്മയും പൊന്നൂട്ടിയും ഉള്ളായിരുന്നു. അതിൻ്റെ മുന്നത്തെ ഓണത്തിന് ഏട്ടനുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അല്ലാതെ ഇപ്പം കുറേ നാളായിട്ട് ഇങ്ങനെ തന്നെയാണ്. ഓണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ വേണം, ഫാമിലിയിൽ എല്ലാവരും വേണം. എല്ലാവരും കൂടിയിട്ടൊരു ഓണസദ്യയും അത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് സുന്ദരിക്ക് പൊട്ടുതൊടിയിൽ അങ്ങനെയുള്ള കുറച്ച് പ്രോഗ്രാം അതൊക്കെ ഉണ്ടെങ്കിൽ കൊള്ളാം. അത് കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ ഉണ്ണിക്കുട്ടൻ വീഡിയോ കോൾ ചെയ്തു. ഉണ്ണിക്കുട്ടന് ഇന്ന് പോണില്ല എന്നും പറഞ്ഞിരുന്നപ്പം ഓർഡർ എന്തോ വന്ന് ഉണ്ണിക്കുട്ടന് പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ ഉണ്ണിക്കുട്ടൻ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഞങ്ങളുടെ ഓണസദ്യയൊക്കെ ഏകദേശം കഴിയാറായി. ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ഈ ബോളി കഴിച്ചു തുടങ്ങിയത്. പായസത്തിൻ്റെ കൂടെയുള്ള ഈ ബോളി ഞാൻ കഴിച്ചു തുടങ്ങിയത്. ഞാൻ അവിടെ നമ്മുടെ കടയ്ക്കലൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇനി ഇപ്പോഴെങ്ങാനും ഉണ്ടെങ്കിലേ ഉള്ളൂ. പണ്ട് നമ്മൾ ഓണമൊക്കെ കൂടിക്കൊണ്ടിരുന്ന ആ ഒരു സമയത്ത് ഇവിടെ ബോളിയൊന്നും വലുതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ വരുമ്പം വിഷുവിനും ഓണത്തിനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിശേഷ ദിവസങ്ങളുണ്ടെങ്കിൽ ഞാൻ എല്ലാത്തിനും ബോളി വാങ്ങിക്കാറുണ്ട്. അമ്മയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ. അമ്മയ്ക്കും പൊന്നൂട്ടിക്കും അത്ര ഇഷ്ടമൊന്നുമല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബോളിയും പാൽപ്പായസവും. എല്ലാ പായസവും ബോളിയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏട്ടനും ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ ബോളിയൊക്കെ കുടിച്ച്. നമ്മൾ അടപ്പായസമാണ് വെച്ചത്, പാലടയാണ് വെച്ചത്. സേമിയ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്നലെ ഏട്ടന് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇന്നലെ സേമിയ വെച്ചു. സദ്യ കഴിച്ച് കഴിഞ്ഞിട്ട് പറ്റുമെങ്കിൽ ഒന്ന് ഓണ പ്രോഗ്രാം കാണാൻ പോകണമെന്നുണ്ട്. ഇനിയിപ്പോൾ 4 മണി തൊട്ടേ മറ്റോ ഉള്ളൂ
സദ്യ കഴിച്ചാൽ ഒന്ന് ഉറങ്ങണം, അത് ശീലമായിപ്പോയി. അതുകൊണ്ട് ഇനി ഇത് കഴിഞ്ഞിട്ട് സദ്യയൊക്കെ കഴിഞ്ഞ് ഒന്ന് ഉറങ്ങി എണീറ്റ് ഓണ പ്രോഗ്രാമിന് പോകണം. രാത്രി 8 മണി തൊട്ട് ഗാനമേളയുണ്ട്. എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം പൊന്നൂട്ടിക്ക് ആഹാരം കഴിക്കാനുള്ള താല്പര്യം. അതാണ് ഈ കാണുന്നത്. സദ്യയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കിടന്ന് ഉറങ്ങി കേട്ടോ. ഞാനും പൊന്നൂട്ടിയും കൂടെ കിടന്ന് ഉറങ്ങി. അത് കഴിഞ്ഞ് പൊന്നൂട്ടി എണീപ്പിച്ചിട്ടൊക്കെ പൊന്നൂട്ടിക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് പൊന്നൂട്ടിയേയും കൊണ്ട് ഞാൻ ഗാനമേള കേൾക്കാൻ പോവാണ്. കോട്ടയം മെഗാ ബീറ്റ്സിൻ്റെ മറ്റോ ഗാനമേളയായിരുന്നു. ഗാനമേള അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടില്ല. വേറൊന്നുമല്ല, ഒരു ചത്ത വൈബാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതൊക്കെ നമ്മുടെ കടയ്ക്ക് അമ്പലത്തിലും നമ്മുടെ അരത്തണ്ടപ്പൻ ക്ഷേത്രത്തിലുമൊക്കെ ശിവരാത്രിക്കൊക്കെ ഉള്ള ആ ഒരു ഓളവും ആ ഒരു വൈബും പിന്നെ ആ ഒരു ഉത്സവത്തിൻ്റെ വൈബല്ല ഓണം വൈബ്, അതും എനിക്കറിയാം. പക്ഷേ എനിക്ക് ഒട്ടുമേ എനിക്കിഷ്ടപ്പെട്ടില്ല. ഞാൻ കുറച്ച് നേരം നിന്നിട്ട് ഞാൻ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ വീട്ടിൽ പോകുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാനും മുന്നോട്ടും കൂടി വീട്ടിൽ വന്നിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പാട്ട് കൊള്ളായിരുന്നു. പാട്ടുകാരെയൊന്നും കുറ്റപ്പെടുത്തിയല്ല. അപ്പോൾ ഇന്നത്തെ ഈ ഓണം വിശേഷം ഇത്രയേ ഉള്ളൂ. ബൈ.